അല്ല, മുസ്ലിമീങ്ങൾ അവിടെയല്ല നിൽക്കേണ്ടത്. എന്താ ചോദ്യം? കേരളത്തിൽ സുന്നിയും അയാൾ വേർതിരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഖുത്ബിയത്ത് ചെല്ലുകയും ചെല്ലാതിരിക്കുകയും ചെയ്യുക എന്നത്. ഖുത്ബിയത്ത് ചൊല്ലുന്നവർ സുന്നി, ഖുത്ബിയത്ത് തെറ്റാന്ന് പറയുന്നവൻ ബിദ്അി, അവൻ ഇസ്ലാമെന്ന് ഔട്ട്. അതാ വിഷയം. ആ വിഷയത്തിനാ തെളിവ് ചോദിച്ചത്. അങ്ങനെ പറയപ്പെടുന്ന ഖുത്ബിയത്തിന് തെളിവെന്താ? ചോദ്യകർത്താവ് വിചാരിച്ചത് ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ മഹാന്മാരായ ആളുകളുടെ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്ന. മറുപടി എന്താ? അത് ഉണ്ടാക്കിയത് ചൊല്ലിയത് സദഖത്തുള്ളായി, അതുകൊണ്ട് അത് തെളിവായി. സദഖത്തുള്ള ദീനിൽ തെളിവാണോ? സദഖത്തുള്ള എന്ന് പറയപ്പെടുന്ന പണ്ഡിതൻ ദീനിൽ തെളിവാണോ? അദ്ദേഹം സ്വഹാബിയാണോ? അതാ കേരളക്കരയിലിറങ്ങിയ ഖുത്ബിയത്ത് പരിഭാഷയും വ്യാഖ്യാനവും എന്ന പുസ്തകം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാസറ്റുകൾ വാങ്ങാൻ കിട്ടും. അവിടെ അതാ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന 10ഓളം പണ്ഡിതന്മാർ, 3 മഹാരഥന്മാരായ പണ്ഡിതന്മാർ, വയോധികരായ പണ്ഡിതന്മാർ, ഷെയ്ഖ് അബ്ദു ബിൻ മസ്ഊദ്, അതുപോലെ തന്നെ അഹ്മദ് ഫൈസി, കുഞ്ഞാലൻ മുസ്ലിയാർ തുടങ്ങുന്ന ഇന്നും കേരളക്കരയിൽ ജീവിച്ചിരിക്കുന്ന വളരെ ചുരുക്കം ചില ഫഖീഹുമാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന 3 പണ്ഡിതന്മാർ, പിന്നെ ബാക്കി വരുന്ന 7 ആളുകൾ, ഞങ്ങളെപ്പോലെ ചെറിയ കുട്ടികൾ, ഇങ്ങനെ 10 ആളുകൾ ഖുത്ബിയത്ത് എന്തിന് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സീഡികൾ പലരും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്താണ് ഖുത്ബിയത്ത്, എന്താണ് അതിൻ്റെ അവസ്ഥ, എന്നാണ് അത് ഉണ്ടായത്. ഇതാ ഈ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. 1040 ജനിച്ച്, ഹിജറ 1040 ജനിച്ച് ഹിജറ 1112 മരണപ്പെട്ട സദഖത്തുല്ലാ എന്ന തമിഴ്നാട്ടുകാരനായൊരു പണ്ഡിതനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ട് അതേ 14 നൂറ്റാണ്ടായില്ലേ? 14 നൂറ്റാണ്ടായി കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നിട്ട്. 14 നൂറ്റാണ്ടിൻ്റെ ആദർശപരമായ പാരമ്പര്യമുണ്ട് കേരളക്കരയ്ക്ക്. ആ 14 നൂറ്റാണ്ടുകളിൽ എവിടുന്നാ ഖുത്ബിയത്തുണ്ടായത്? അതാവട്ടെ 1040 ജനിച്ച് 1112 മരിച്ചുപോയ തമിഴ്നാട്ടുകാരനായൊരു പണ്ഡിതൻ എഴുതിയതാണ് ഖുത്ബിയത്ത്. അതാണോ നിങ്ങൾക്ക് ദീനിൽ തെളിവായിട്ടുള്ളത്? എവിടെ കക്കുപ്പടി, എവിടെ ഫൈസി, എവിടെ ഫൈസിമാരെ, പണ്ഡിതന്മാരെ? ഞങ്ങൾക്ക് തെളിവാണ് വേണ്ടത്. പ്രമാണങ്ങൾ ഞങ്ങളെ പിൻബലമുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്, സഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, മഹത്തുക്കളായ 4 ഇമാമുമാരുടെ അവരുടെ കൃത്യമായ പിന്തുണ ഞങ്ങൾക്കുണ്ടെന്ന് വീമ്പിളക്കിയാൽ പോരാ, അത് ഉദ്ധരിക്കാനുള്ള ചങ്കൂറ്റവും ഉണ്ടാവണം കേട്ടോ. എവിടെ? ഇല്ല. ഖുത്ബിയത്തുണ്ടാക്കിയ സദഖത്തുള്ള പറഞ്ഞാൽ അപ്പുറമില്ല എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, പിൻഗാമികളെ തൊടാതെ വിഴുങ്ങുന്ന സംസ്കാരമായിരുന്നു സമസ്തക്കുണ്ടായിരുന്നത്. പ്രമാണങ്ങളുടെ പിൻബലമില്ല നിങ്ങൾക്ക്. പ്രമാണങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോയിട്ടുമില്ല. ഇനി ഞാൻ പറയട്ടെ, ഒരൊറ്റ വാക്കയിൽ നിന്ന് വിശദീകരിച്ച് പോണം. സദഖത്തുല്ലാഹിൽ ഖാഹിരി അദ്ദേഹം തന്നെ ഖുത്ബിയത്തിൽ പറഞ്ഞ വാചകവും മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തന്റെ കിതാബിൽ പറഞ്ഞ വിഷയവും തമ്മിൽ വൈരുദ്ധ്യമാണ്. അത് മാത്രം പോണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഖുത്ബിയത്ത് എന്തിന് പ്രമാണബദ്ധമായി തെളിയിക്കാൻ നമുക്ക് കഴിയും. എന്താണ് അതിന്റെ അബദ്ധങ്ങളെന്ന് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. നിങ്ങൾ നോക്കാം, ഖുത്ബിയത്തിൽ പറയുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് അദ്ദേഹം പറഞ്ഞു, എത്രേ 1000 വട്ടം എന്നെ വിളിച്ചോളൂ, ഉത്തരം നൽകാം. അല്ലേ? ألفا بخلوته عزما بهمته صرما لغفوته أجبته مسريعا من أجل دعوته فليدعو يا عبد القادر محي الدين. 1000
വട്ടം വിളിച്ചോ എന്ന് ശൈഖ് പറഞ്ഞു എന്ന് അതാ സദഖത്തുല്ലാഹിൽ ഖാഹിരി എഴുതി വെക്കുന്നു. എന്നാൽ ശൈഖ് അവറുകൾ പറഞ്ഞ വാചകം എന്താ? വഖുല്ലിദാ ലഖത്തിൽ അഹ്വാലു മുബ്തഹിലാ ബിറഫ്ഇ സൗത്തിൻ അലാ യാ ഗാറത്തല്ലാഹി. ഓ മനുഷ്യ, മോനെ, നിന്റെ ജീവിതം ദുസ്സഹമാകുമ്പോൾ, കുടുസാകുമ്പോൾ, ഇടുക്കമാകുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു പോകുന്ന സമയത്ത് മോനെ നീ ഉറച്ചു വിളിച്ചോ, അല്ലാഹുവിൻ്റെ സഹായമേ, പടച്ചവന്റെ ജനാബിലേക്ക് നീ വിളിച്ചോ, ഉറക്ക വിളിച്ചോ എന്ന് ശൈഖ് അവറുകൾ അതാ പറയുന്നു. അത് പ്രമാണബദ്ധമാണ്. സദഖത്തുള്ളക്ക് പ്രമാണമില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രമാണം ഉദ്ധരിക്കേണ്ടതിന് പകരം ആ ഉണ്ടാക്കിയ ആള് അദ്ദേഹമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് പിൻപറ്റാമെന്ന് പറയുന്നത് അത് തരികിട വർത്തമാനമാണ്. ഇല്ല, നിങ്ങൾക്ക് പ്രമാണമില്ല. ഇനി അടുത്തത് കേട്ടോളൂ, അടുത്തത് കേട്ടോ. ഇവർക്ക് പ്രമാണമുണ്ടോ? കേട്ടോ. ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ടവർ ശരീരത്തിൽ ഡ്രസ് ധരിക്കാറില്ല. കൽപ്പറ്റങ്ങാടിയിലൂടെ ഡ്രസ് ധരിക്കാതെ നടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പോലും അങ്ങനെ തന്നെ അദ്ദേഹം വിവസ്ത്രനായി നടക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു അത്രേ, ഒരു ടെക്സ്റ്റൈൽസ് ഉടമയുടെ തുണിഷാപ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഒരു തുണിക്കഷ്ണം താ, ഞാൻ എൻ്റെ ഔറത്ത് മറക്കട്ടെ, ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന്. നാട്ടുകാർക്കത് ആദ്യത്തെ അനുഭവമാണ്. അന്ന് വരെ അവർക്കില്ലാത്തൊരു ശബ്ദം ബഹുമാനപ്പെട്ട സൂഫി ഉസ്താദിന്റെ വാക്കിൽ നിന്നുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു, എന്താണ്, ആരാണ് മനുഷ്യൻ? അദ്ദേഹം വരുന്നുണ്ട്, ഇപ്പൊ കൽപ്പറ്റ എത്തും, അതുകൊണ്ട് ഞാൻ എൻ്റെ നഗ്നത മറക്കട്ടെ, മനുഷ്യർ കാണുമ്പോൾ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഹറാമാണ്, ഞാൻ ഉടുമുണ്ടുടുക്കട്ടെ. അവസാനം അദ്ദേഹം ഫുൾ ഡ്രസ്സിലായി, തലമറച്ചു, ഭംഗിയായ വസ്ത്രം ധരിച്ചു. അല്പം കഴിഞ്ഞപ്പോഴേക്കും ആ കൽപ്പറ്റയിൽ വന്നിറങ്ങി ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നവറല്ലാഹു മർഖദഹു. ഔലിയാക്കൾക്ക് ഔലിയാക്കന്മാരെയും കേട്ടോ. ഇവരൊരു വലിയ വലിയായി കൊണ്ടു നടക്കുന്നയാളാണ് കൽപ്പറ്റ സൂഫി മുസ്ലിയാർ. അദ്ദേഹത്തെ കുറിച്ചാണ് SKSFന്റെ സമുന്നതനായ ഒരു നേതാവാണ് ഈ ഫൈസി. അദ്ദേഹമാ പറയുന്നത്, അദ്ദേഹം ശരീരത്തിൽ ഡ്രസ്സ് ധരിക്കാറില്ല, പൂർണ്ണ നഗ്നനായി അതാ ടൗണിലൂടെ നടന്നുപോയിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ല കോലം തന്നെ. ഞാൻ ചോദിക്കുകയാണ്, പ്രമാണം കൊണ്ടുവരൂ. വലി എന്ന് വിളിക്കപ്പെടുന്ന ഒരാള് അതേ തുണിയെടുക്കാതെ നടക്കാൻ ഇസ്ലാമിലെ പ്രമാണം എവിടെ? ഖുർആനോ തിരുസുന്നത്തോ സഹാബത്തിന്റെ ഇജ്മാഅോ? ഇല്ല, ഇല്ല. ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിയുടെ സ്വഹാബത്താണ് ഏറ്റവും വലിയ വലിയുകൾ. അവരിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് പറയുന്നത് കാണാം, വല്ലാത്ത ലജ്ജയുള്ള ആളായിരുന്നു. ഒരു ദിവസം അതാ റസൂലുള്ളാഹിയുടെ അടുത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തുടയിൽ നിന്ന് തുണിയൊരൽപ്പം മാറിപ്പോയി. ഉടനെ റസൂലുള്ള പറയുന്നു, ഗത്തി ഫഖ്ദൈക് ഫഇന്നൽ ഫഖ്ദ ഔറാ. ഓ ഉസ്മാൻ, താങ്കളുടെ ഔറത്ത് മറക്കൂ, തീർച്ചയായും തുട നഗ്നതയാണ്, അതുകൊണ്ട് ആ നഗ്നത മറക്കണേ എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാ നിങ്ങൾക്ക് കാണാം, തുണിയെടുക്കാതെ നടന്നയാളിനെ വലിയായി ചിത്രീകരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു
അതാ CM നടന്നു വന്നപ്പോൾ അദ്ദേഹം വരുന്നു എന്ന് കേട്ടപ്പോൾ തുണി ഉടുക്കാൻ വേണ്ടി പോയിട്ട് പറഞ്ഞതെന്താ? അതേ, ഒരു മനുഷ്യൻ വരുന്നുണ്ട് എന്നാ. ഞാൻ ചോദിക്കട്ടെ, ഈ സൂപ്പി മുസ്ലിയാര് ജീവിച്ചിരുന്ന ആ കൽപ്പറ്റ അങ്ങാടിയിൽ മുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? സമസ്തക്കാരായ മുസ്ലിമീങ്ങൾ ഉസ്താദുമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെയും പള്ളിയൊക്കെ ഉണ്ടായിരുന്നു, ഖത്തീബുണ്ട്, ഇമാമുണ്ട്, ഒക്കെ ഉണ്ട്. അവരെ ആരെയും മനുഷ്യനായി ഇദ്ദേഹം കളിച്ചിരുന്നില്ല അത്രേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊക്കെ അതെന്താ? നിങ്ങളെ അവസ്ഥ എന്താ? ഇതാണോ ഇസ്ലാമിന്റെ പ്രമാണം? കൊണ്ടുവാ നിങ്ങൾ ഈ പ്രമാണം. ജീവിച്ചിരിക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകളെ മനുഷ്യനായി ഗണിക്കപ്പെടാത്ത ഒരു വലി കൊണ്ടുവാ നിങ്ങൾ. ഇല്ല, അതേ, അമുസ്ലിങ്ങളായ ആളുകൾ, ജൂതന്മാര് വരെ ഉണ്ടായിരുന്നിടത്താണല്ലോ സ്വഹാബത്തും റസൂലുള്ളയും ഒക്കെ ജീവിച്ചിരുന്നത്. അവരല്ലേ വലിയ ആളുകൾ. അവർ തുണി ഉടുക്കാതിരുന്നോ? മനുഷ്യന്മാരില്ലാത്തതുകൊണ്ട് തുണി ഉടുക്കരുന്ന നിയമം അതെവിടുന്ന നിയമം? അതേ ഇസ്ലാമിന്റെ, ഏത് ഇസ്ലാമിന്റെ നിയമം? മനുഷ്യരുണ്ടാവട്ടെ ഇല്ലാന്നാവട്ടെ. അതുകൊണ്ടല്ലേ മൂസ നബിയുടെ ഖൗമുകൾ പണ്ട് കുളിച്ച കുളി നീ കുളിക്കല്ലേ. ബാത്റൂമിന്റെ ഉള്ളിലാണെങ്കിലും നഗ്നത വെളിവാക്കാതെ കുളിക്കണമെന്നാണത്രേ പണ്ഡിതന്മാര് പറയുന്നത്. മൂസ നബിയുടെ ഖൗമായിരുന്നു പണ്ട് പൂർണ്ണ നഗ്നരായി കുളിച്ചിരുന്നു. അങ്ങനെ കുളിക്കരുത് എന്ന് വരെ അങ്ങനെ പോലും പറഞ്ഞു പണ്ഡിതന്മാര് പറയുമ്പോ ഇവരെ വലിയന്റെ കോലെന്താ? തുണി എടുക്കാതെ ഫുൾ നേക്കട്ട് നടക്കണം ഇവര്. എന്നിട്ടോ മനുഷ്യരില്ലാത്രേ. ഞാൻ ചോദിക്കട്ടെയോ, നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നേരായ മാർഗത്തിൽ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങളിൽ ഈ വിഷയങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഇത് നിങ്ങളുണ്ടാക്കിയ പുത്തൻ മതമാണ്. അതിൻ്റെ 85ാം വാർഷികമാണിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞ വാചകം, അന്നഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് ഞാൻ കൊണ്ടുവന്ന നേരായ മാർഗം. ഫത്തബിഊഹു, ഇതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുലാ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റി പോവരുത് കേട്ടോ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ആശയത്തിലേക്കാണ്, ആ ആദർശ സംഹിതയിലേക്കാണ്, ആ ആചാരങ്ങളിലേക്കാണ് മുജാഹിദുകൾ ക്ഷണിക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ മേലൊരു പരാതി ഉണ്ട്. എന്താ പരാതി? മുജാഹിദുകൾക്ക് ഫാത്തിഹ എന്ന് കേൾക്കുമ്പോഴേ പ്രശ്നമാണ്. ഫാത്തിഹ എന്ന് കേൾക്കും പ്രശ്നം. ഓല് ഫാത്തിഹ എല്ലാം നിന്നൊരുല. ഇവർക്ക് അപ്പൊ എന്തൊരു വെറുപ്പാ. ആരാ പറയണത്? മുസ്തഫ അഷ്റഫി തന്നെ. മുപ്പര് പറയണേ നമുക്ക് ഫാത്തിഹയുടെ എതിരാണ്. എന്നിട്ട് മുപ്പര് ഫാത്തിഹ ചൊല്ലേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാ അത് മുപ്പര് പറയണമെന്ന് കേട്ടോളി. നിങ്ങളുടെ ഒരു മരണ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഒരു പുതിയാപ്പിള ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോ നമ്മള് പള്ളിയിൽ സ്ഥാനം വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? സ്ഥാനം വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇയാളെ ഗൾഫിൽ പോകല്ലേ, നല്ലതൊക്കെ ദുആ ചെയ്ത് പറഞ്ഞേക്കാൻ നിലക്ക് അവിടെ പോയിട്ട് അൽ ഫാത്തിഹ, അല്ലെ ഇയാൾ ഗൾഫിൽ പോകല്ലേ, ദുആ ചെയ്ത് പറഞ്ഞേക്കാൻ സൂറത്തുൽ ഫാത്തിഹ, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തല്ലേ, അത് ഓതി ദുആ ചെയ്ത് പറഞ്ഞേക്കാൻ ഫാത്തിഹ വിളിച്ചാൽ അവിടെ മുജാഹിദുകാർ മുഖത്ത് ഒരു അടങ്ങായിരിക്കും. അതെ, സാധാരണക്കാരെ കയ്യിലെടുക്കാൻ നല്ല ആക്ടിങ് തന്നെ. പക്ഷേ യാഥാർത്ഥ്യം പറയണം കേട്ടോ. എന്താ പറഞ്ഞത്? ചെറുക്കനിറങ്ങാൻ, കല്യാണത്തിന് ചെറുക്കനിറങ്ങാൻ പോകുമ്പോ, അതുപോലെ ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോ നല്ല നിലക്ക് യാത്രയാക്കണ്ടേ. അതുകൊണ്ട് ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്തായ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്ത് വിടാമെന്ന നിങ്ങളുടെ വീട്ടിലെ മതം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നെടുത്ത മതവിശ്വാസം പോരാ. അതാ മുജാഹിദുകൾ പറയുന്നത് പ്രമാണമാണ് നിരത്തേണ്ടത്. റസൂലുള്ളാഹിയുടെ ആശയം, അവിടുന്ന് പഠിപ്പിച്ച ജീവിതത്തിന്റെ ദർശനങ്ങളെയാണ് സ്ഥിരപ്പെടുത്തേണ്ടത്. അതാണ് കൊണ്ടുവരേണ്ടത്. ഹദീസുകളിലോ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളിലോ അതല്ലേ കൊണ്ടുവരാനുള്ളത്. ഞാൻ
ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് എത്ര ആളുകളെ ദൂരയാത്രയാക്കിയിട്ടുണ്ട് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ കാണുന്ന ഫാത്തിഹ എന്ന അധ്യായം റസൂലുള്ളാഹിക്കല്ലേ അവതരിച്ചത്? ആ റസൂലുള്ള ഫാത്തിഹ ഓതി ദുആരെന്നോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയാക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വികാര നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സന്ദർഭമാണത്. അതാ തൻ്റെ പ്രിയപ്പെട്ട അനുയായി യാത്രയാക്കുമ്പോൾ ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറും പിടിച്ചുകൊണ്ട് അതാ മുന്നിലൂടെ നടന്നു നീങ്ങുന്നു ലോകത്തിൻ്റെ നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അക്കൂട്ടത്തിൽ പറഞ്ഞൊരു വാചകമുണ്ടോ, മുആദേ, അങ്ങ് തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ അങ്ങ് നടന്നു പോകുന്നത് എൻ്റെ ഈ പള്ളിയുടെ അടുത്തുകൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടിയോ ആയിരിക്കും മുആദേ. ഇത് കേട്ട് മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഫിറാഖാണല്ലോ ഉദ്ദേശിച്ചത്. അത് സഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ റസൂലുള്ള യാത്രയാക്കി എന്ന് ഉപദേശങ്ങളൊക്കെ കൊടുത്തു എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുമ്പോൾ, പക്ഷേ യാത്രയാക്കുന്ന ഒരാളെയും നിർത്തിയിട്ടൊരു ഫാത്തിഹ വിളിച്ചുകൊണ്ട് ദുആ ചെയ്ത ചരിത്രമില്ല. അവിടുന്ന് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ മറച്ചു വെച്ചു. ജനങ്ങളുടെ പോക്കറ്റ് മാത്രം ലക്ഷ്യമാക്കിയ നിങ്ങൾ അതാ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. ഓരോരുത്തരും യാത്രയാകുമ്പോഴും യാത്ര അയക്കുമ്പോഴും ചെയ്യേണ്ടുന്ന സുന്നത്തുണ്ട്. അത് ഈ സമുദായത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തില്ല. അത് നിങ്ങൾ മറച്ചു വെച്ചു. നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യം മാത്രം അപ്ലൈ ചെയ്തു. എന്തേ റസൂലുള്ള പറഞ്ഞത്? യാത്ര പോകുന്ന ആളെടുത്ത് യാത്ര അയക്കുന്നയാള് ചെന്നിട്ട് പറയണം, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. റസൂലുള്ള പറയാണ്, ഇങ്ങനെ പറയണം. അപ്പൊ പോകുന്നയാള് പറയണം, അസ്തൗദിഉകുമുല്ലാഹല്ലദീ ലാ തുദീഉ വദാഇഅഹു. പറയണം. എന്താ ഇതിനർത്ഥം? റസൂലുള്ള പഠിപ്പിക്കുകയാണ്, പോകുന്നവനോട് അയക്കുന്നവൻ പറയണം, ഇദാ അസ്തൗദിഉല്ലാഹ ദീനക, അങ്ങയുടെ മതം ഞാൻ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണ്. വ അമാനതക, അങ്ങയുടെ അമാനത്തും ഏൽപ്പിക്കുകയാണ്. വ ഖവാതീമ അമലിക, അങ്ങയുടെ പ്രവർത്തനത്തിന്റെ അവസാനം പര്യവസാനവും ഞാനിതാ അല്ലാഹുവിൽ ഏൽപ്പിക്കുകയാണെന്നങ്ങ് പറയണേ. റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പോക്കിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ഉടനെ പോകുന്നവൻ പറയുന്നു, അസ്തൗദിഉകുമുല്ലാഹ്, ഞാനിതാ നിങ്ങളെയും അല്ലാഹുവിൽ ഏൽപ്പിക്കുന്നു. അതേ ഏൽപ്പിക്കുന്നതൊന്നും പാഴാക്കി കളയാത്ത അല്ലാഹുവിൽ. ഇത് റസൂലുള്ള പഠിപ്പിച്ച മര്യാദയല്ലേ? അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങുന്ന പ്രാർത്ഥനകൾ റസൂലുള്ള പഠിപ്പിച്ചു. പക്ഷേ അവിടെ ഒരു ഫാത്തിഹ ഫിറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണില്ല. പിന്നെ എവിടുന്നാ ഈ നിയമം നിങ്ങൾക്ക് കിട്ടിയത്? പിന്നെയോ അതുപോലെ തന്നെ ഗൾഫിലേക്ക് യാത്രയാക്കാനോ പുതുമണവാളൻ ഇറങ്ങുമ്പോഴോ ഇതൊക്കെ ചൊല്ലാൽ എവിടുന്നാണ് സഹോദരാ ദീനിൽ തെളിവില്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കിയത്? എന്നിട്ടോ ജനങ്ങളെ എങ്ങനെയും കൂടെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ പുത്തനുണ്ടോ അതൊക്കെ അടിക്കുക. സ്വന്തമായിട്ട് ജനങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റരുത് കേട്ടോ. വിട്ടുപോയാ ഓലങ്ങൾ കയ്യിൽ നിന്ന് വിട്ടു. ജനങ്ങളെ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റരുത്. ഒക്കെ പേറ്റന്റ് ഏറ്റെടുത്തേക്കാം. ഞാൻ തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാം ചെയ്തേക്കാം. ആളുകൾ ഓരോരുത്തരും എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ പിതാവിനോ മാതാവിനോ വേണ്ടിയിട്ട് നടത്തുന്ന പ്രാർത്ഥനയാണല്ലോ മരണാനന്തരമുള്ള പ്രാർത്ഥന. ശരിക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തവിക്കുന്ന ഹൃദയത്തോടെ നടത്തുന്ന പ്രാർത്ഥന മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. ഇത് റസൂലുള്ള പഠിപ്പിച്ചെന്ന് ഓരോരുത്തരോടും ചെയ്യണം നിങ്ങളെന്ന്. പക്ഷേ ആ റസൂലുള്ള ഒരിടത്ത് പോലും നിസ്കാരം കഴിഞ്ഞാൽ വരും എല്ലാ സ്വഹാബികളും വരും, നമുക്ക് ബഖീഉൽ ഗർഖദിലേക്ക് പോകാം.
അങ്ങനെ റസൂലുള്ള മുന്നിൽ നിന്നിട്ട് ദ്വാരക്കൈ കബറിനടുത്ത് ഇതാരെ അഹമ്മദിന്റെ അല്ലേ ദ്വാരന്ന് അപ്പുറത്തേക്ക് അതാരെ പോക്കനല്ലേ എല്ലാവരും അവിടെ കൂടി ഇങ്ങനെ ഒരു ദ്വാരക്കണ സമ്പ്രദായം ഇല്ല, കൊണ്ടുവരാൻ സാധ്യവുമല്ല. കേരളത്തിലോ ലോകത്തൊരിടത്തും അത്തരം ഒരു സമ്പ്രദായം നടക്കണില്ല. ഓരോരുത്തരും ഓരോന്നുണ്ടാക്കിയാണ്. നേരത്തെ അമ്പലക്കടവ് പറഞ്ഞില്ലേ, ഏപ്പിക്കാരെ ഉണ്ടാക്കിയാൻ തോന്നുന്നത്, അതെ പോലെ ഉണ്ടാക്കിയ നമ്മളത് ഏറ്റെടുക്കാം. ഇതുപോലെ ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന ഓരോരോ പുത്തനാചാരങ്ങളതാ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു പ്രവർത്തനങ്ങൾ. എവിടൊക്കെ നിങ്ങൾ ഫാത്തിഹ വിളിക്കും? എല്ലായിടത്തും ഫാത്തിഹ വിളിച്ചോളാം. ജനങ്ങൾ സ്വന്തമായി പ്രധാനപ്പെട്ട പ്രാർത്ഥിക്കേണ്ടയിടത്തൊക്കെ ഫാത്തിഹ വിളിക്കാം. എന്നാ ഞാൻ ചോദിക്കട്ടെ, വേറെയും ചില സന്ദർഭങ്ങളുണ്ട് പ്രാർത്ഥിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അതേ ഒരു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട മേഖലയാണ് വൈവാഹിക രംഗം. ആ വൈവാഹിക രംഗത്തിന് ശേഷം കുടുംബത്തിന്റെ ബിൽഡ് നടക്കുന്നൊരു സന്ദർഭമുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടവും അതാണല്ലോ. പോകുമോ നിങ്ങൾ അൽ ഫാത്തിഹ വിളിക്കാൻ? പോകോ? ഇത്രയും ഞാൻ പറയുന്നില്ല, കുറച്ച് വെളിവാക്കണില്ല. ഞാൻ അവിടെ നിൽക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെ പുണ്യമാണെന്ന് കരുതിയിട്ട് എന്തും ചെയ്യാനാ? ഇല്ല. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിച്ചു തന്നു. അത് ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന, അവരുടെ ഭക്ഷണം കഴിച്ച് അവരുടെ കയ്യിൽ നിന്ന് സാലറി വാങ്ങിയിട്ട് ജീവിക്കുന്ന പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, ഇമാമുമാരും ഖത്തീബുമാരുടെയും ഡ്യൂട്ടി റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെ ജനങ്ങളെ സ്വതന്ത്രമായി വിടാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ എങ്ങാനും വന്നുണ്ടല്ലോ, ഒരൊറ്റ മഹലിലും ഈ സമസ്തക്കാരുണ്ടാവില്ല, ഒക്കെ മുജാഹിദുകളാവും. കാരണം ഈ കെട്ടുപാടിൽ നിന്ന് പുറത്തിടക്കണം. ഈ കെട്ടുപാട് അതൊരു വല്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ചാടിയത് എത്ര കൃത്യം. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങളെപ്പോലെ സാധാരണക്കാരൊന്നും അല്ലല്ലോ. ശരിക്ക് ഞാൻ പറയാണ്, ഈ അടുത്ത് ഞാൻ പറയാണ്, ഇവിടെ ഇപ്പൊ നമ്മളുടെ ഈ മേഖല, നമ്മളുടെ അതേ പ്രായത്തിലൊക്കെ അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെ വരുന്ന ആളുകളാണല്ലോ ഇപ്പൊ മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ടും മുജാഹിദുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഈ മുസ്തഫ അഷ്റഫ് കക്കുപടിയുണ്ട്. ഞാൻ ചോദിച്ചു കണ്ടുവരുന്നു, പലയിടത്തുനിന്ന് ചോദിച്ചു, ധൈര്യമുണ്ടോ മറുപടി പറയാൻ? ഇവിടുന്ന് ഞാൻ പറയാം, ഇവരെ മൗലവിമാരുണ്ടല്ലോ എന്തൊക്കെയോ കണ്ടിട്ടാണ് പോയത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. ഞാൻ പറഞ്ഞു, എന്നെ വ്യക്തിപരമായി എനിക്ക് പറയാം, എന്നെ കുറിച്ച് ഞാൻ പറയാം, ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് കൊണ്ടുണ്ടായ നഷ്ടം ധാരാളമുണ്ട്. സാമ്പത്തിക നഷ്ടം. ആദർശപരമായി അൽഹംദുലില്ലാഹ് ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്തു. സാമ്പത്തിക നഷ്ടമാണ്. കാരണം എന്താ അറിയും, ഞാൻ ദർസിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാത്തീബുകളുടെയും തരീഖത്തുകളുടെയും ഒക്കെ ഷെയ്ഖുമാരുമായിട്ട് നല്ല ബന്ധം. ഖാദിരി തരീഖത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഷെയ്ഖാണ് EK മുഹമ്മദ് ദാരിമി അൽ ഖാദിരി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് MY അബ്ദുള്ള ദാരിമി അൽ ഖാദിരി. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. ഖാദിരി തരീഖത്തിന് വേണ്ടി എത്ര സ്ഥലങ്ങളിൽ റാത്തീബുകൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോയിട്ടുള്ളവരാണ് ഞാൻ. നിങ്ങൾക്ക് ധാരാളം. അത് പോയാൽ എന്ത് കിട്ടുമെന്നൊന്നും ഞാൻ ഇവിടുത്തെ ആളുകൾക്കോ അല്ലെങ്കിൽ മുജാഹിദുകളെ വിമർശിക്കുന്ന കക്കുപടിക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തതോ, ജലാലിയ റാത്തീബിന്റെ അമീറായിരുന്നു ഞാൻ. ആലുവ മേഖലയിൽ പോയി അന്വേഷിച്ചറിയാൻ പറ്റുമോ അടുത്തായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയിൽ ഞാൻ ഓതിപ്പടിച്ച ദർസിന്റെ തൊട്ടടുത്ത് വെച്ച് ഏലംകുളം സക്കാഫിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നെ അറിയാം ഞാൻ ആരായിരുന്നു എന്ന്. ഇല്ല. അതുപോലെ തന്നെ തൽസമാസ്, എനിക്ക് തോന്നുന്നത് അത് ചെയ്യാൻ ഒരു പക്ഷേ ഇവിടുത്തെ ഖത്തീബുമാർക്കൊന്നും തന്നെ അറിയണ്ടാവില്ല. അത് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്ന്. മുജാഹിദുകൾക്ക് ഞങ്ങൾ ചെയ്യുന്ന വിഷയങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനനുസരിച്ചായിരിക്കും. അതേ സമയത്ത് അന്ന് സമസ്തയിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ ചെയ്തതോ മൊത്തം തോന്നിയതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിർവരമ്പുകളില്ല, എന്തും ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരക്കണക്കിന് ഉറുപ്പ്യ ഒരു മാസത്തിൽ 10-30,000 ഉറുപ്പ്യ അന്ന് ഒരു 10 വർഷം മുമ്പ് എനിക്ക് കിട്ടായിരുന്നു. അത് പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നത്.
മനസ്സിലായോ? ഇവിടെ വന്നതോ എന്തൊക്കെ പറ്റുകൾക്ക് പറയാൻ പറ്റാത്തത്? കിട്ടുന്ന എന്താണ്? ഓ, മുജാഹിദായതുകൊണ്ട് അയാൾക്ക് കുറേ പൈസ കിട്ടി, അവിടെ ബിൽഡിങ് കിട്ടി, ഇവിടെ ബിൽഡിങ് കിട്ടി. ചില ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ നാട്ടുകാർ പറയണത്, ഇവിടെ കോഴിക്കോട് എനിക്ക് 2 ഫ്ലാറ്റ് ഉണ്ട് എന്നാ. 2 ഫ്ലാറ്റ് അത് എഴുതി തന്നത് കൊണ്ടാണ്. ആരാ മോനെ എഴുതിയത്? ആരാണ് ആധാരം നടത്തിയത്? കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അതിവർ വെറുതെ അടിക്കണതാ. അപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആദർശത്തിന്റെ തനിമ കണ്ടിട്ട് പോകുന്നതാ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. അങ്ങനെ പോരും നൂറുകണക്കിന് ആളുകൾ. ഈ കാര്യം നിങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മതി, അവരെ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. ജനങ്ങളിങ്ങ് പോരും. പ്രാർത്ഥനകൾ അവർ ചൊല്ലട്ടെ, പ്രാർത്ഥനകൾ സ്വന്തമായി പഠിക്കട്ടെ, അതിനൊരവസരം നിങ്ങൾ കൊടുക്കൂ. എന്നാ കാണാം നിങ്ങളുടെ കളി. എനിക്കട്ടോ, നിങ്ങള് ഇപ്പോ ഫാത്തിഹ ഓത്, നമ്മൾ ഫാത്തിഹയ്ക്കെതിരാണെന്നാ പറയാ. ഇവരൊരു പ്രത്യേകത ഉണ്ട്. ഇവർ വലിയായി ചിത്രീകരിക്കുന്ന ആളുകളെ വേറൊരാള് വലിയായി ചിത്രീകരിക്കണമെന്നില്ല. അതേസമയത്ത് കാന്തപുരം വിഭാഗത്തിന്റെ വലിയായി ചിത്രീകരിക്കുന്നവരെ ഇവർ ശരിക്ക് തള്ളിപ്പറയും. കേരളത്തിലെ പിന്നെ ജാറങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രചാരകരും അതിൻ്റെ മാർക്കറ്റിംഗ് ഏജന്റുമാരുമായി പല മുസ്ലിയാക്കന്മാരുണ്ട്. അതിലൊരു മുസ്ലിയാരാണ് കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൊങ്ങി വരികയും ഈ കഴിഞ്ഞ മാസത്തിൽ ഉറൂസ് അവസാനിക്കുകയും ചെയ്ത ഒരു വലിയുണ്ട് കാന്തപുര വിഭാഗത്തിന്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇവിടുത്തെ സമസ്തക്കാർ നെറ്റ് ചുളിക്കണ്ട, നിങ്ങൾ നെറ്റ് ചുളിക്കണ്ട. നേരത്തെ പറഞ്ഞ തുണി ഉടുക്കാത്ത വലിയനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇയാൾ തന്നെയാണ്. എന്തുകൊണ്ടും നല്ലത് ഇയാൾ തന്നെയാണ്. കണ്ടോളൂ, അദ്ദേഹം ആ കൊണ്ടൂർ വന്ന വലിയനെ കുറിച്ച് പറയുന്നൊരു കാര്യം കേട്ടോളൂ. നമുക്ക് സ്വർഗം ഉറപ്പാവാൻ നമ്മുടെ കൂടെ ജീവിച്ച് നരകത്തെക്കുറിച്ച് ആലോചിച്ച് 2 മാസക്കാലം ഉറങ്ങാതെ കടന്ന ഒരു പണ്ഡിതനെ ഞാൻ പറഞ്ഞല്ലോ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് എന്താണെന്ന് കേരളത്തിന് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുത്തി തന്ന പുന്നാര നബി തങ്ങളെ പലപ്പോഴും നേരിട്ട് കണ്ട് സംസാരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുണ്ടൂർ ഉസ്താദിന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതാൻ തീരുമാനിക്കല്ലേ നമ്മൾ? സ്വർഗം ഉറപ്പാകാൻ ബുദ്ധിമുട്ടാവോ? അതെ, ബുദ്ധിമുട്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല. ഇനി ഇവിടുത്തെ കക്കുപ്പടി സാഹിബ് ഒന്നും വന്ന് പറഞ്ഞേക്കരുത് ഞങ്ങൾക്ക് ആ വലിയിൽ വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള വലിക്ക് വേണ്ടി ഫാത്തിഹ ഓതാൻ പാടുണ്ടോ? അങ്ങനെ ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ വിഷയം ഞാനൊന്ന് പറഞ്ഞേക്കാം. എന്താ പറഞ്ഞ്? പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പലപ്പോഴും നേരിട്ട് കണ്ട് സംസാരിച്ച ആള് എന്നാ. നേരിട്ട് കണ്ട് സംസാരിച്ചത് എന്താ ഇപ്പൊ വലിയ അവസ്ഥ? ഇന്ന് ഞാൻ 85 മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാഞ്ഞത്. ഞാനതായി അടുത്ത് പിന്നെ തലക്കെടുത്തൂരിൽ നൗഷാദ് ഹസനിക്ക് ഒരു മറുപടി പറഞ്ഞ് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ പേര് തന്നെ കാരന്തൂരികളെ നിങ്ങളുടെ മതമേതാണ് എന്നാ. ഇൻഷാ അല്ലാഹ് ഉടനെ പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. ഇവർ കൊണ്ടു നടക്കുന്ന പുത്തൻ വാദങ്ങളുടെ മുഴുവൻ ചുരുളും മണി അനാവരണം ചെയ്യുന്ന വിഷയമാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താ? റസൂലുള്ളാഹിനെ നേരിട്ട് പലപ്പോഴും കണ്ട് സംസാരിച്ചത് എന്നാ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒരാൾ മുസ്ലിമായ നിലക്ക് റസൂലുള്ളാഹിയുമായി നേരിട്ട് സഹവസിച്ചാൽ അയാളുടെ പേരെന്താ? എന്താ പേര്? സ്വഹാബിന. അപ്പൊ ഈ ചങ്ങായിനെ എങ്ങനെ വിളിക്കണം? സ്വഹാബിയുൽ ജലീൽ അബ്ദുൽ ഖാദിർ അൽ കുണ്ടൂരി വിളിക്കോ? എന്താ പോലെ അവസ്ഥ? സമസ്തയാണോ? പ്രമാണങ്ങളുടെ പിൻബലം പോണ സംഗതികളാ. എന്താ പറഞ്ഞ്? അപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഫാത്തിഹ ഓതി കൂടെ സ്വർഗം ഉറപ്പാവാൻ അദ്ദേഹത്തെ കുറിച്ച് തന്നെ ഉറപ്പില്ല. പിന്നെ ഫാത്തിഹ ഓതി നമ്മുടെ കാര്യം ഉറപ്പാകണം, കൊണ്ടൂരിന്റെ കാര്യം തന്നെ ഉറപ്പില്ല. അപ്പൊ എന്താ? ഇല്ലാത്തിടത്ത് നിങ്ങൾ ഫാത്തിഹ ഉണ്ടാക്കിയത് കൊണ്ടാണ് കണ്ടവരുടെയും കാണാത്തവരുടെയും ഒക്കെ മുന്നിൽ ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വന്നത്. അതാ മുജാഹിദുകൾ എതിർത്തത്. വേണ്ട മോനെ, റസൂലുള്ള പഠിപ്പിച്ചെടുത്ത് ഫാത്തിഹ ഓതിയാൽ മതി. അവിടുന്ന് നമുക്ക് ഫാത്തിഹ ഓതേണ്ട ഘട്ടങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ അപ്പോഴൊക്കെ ഫാത്തിഹ ഓതും അല്ലേ? മരിച്ചവർക്ക് വേണ്ടി ഫാത്തിഹ ഓതാറുണ്ട് നിങ്ങൾ ആരെങ്കിലും? ഇല്ല. അതേ സമയത്ത് മയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഫാത്തിഹ ഓതോ? ഓതും. ഫാത്തിഹയുടെ വിരോധം ഉണ്ടായിട്ടാണോ? അല്ല. ഫാത്തിഹയോട് നമുക്ക് വിരോധമില്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കാൻ വേണ്ട.
പാവങ്ങളായ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കുന്ന കക്കുപ്പിടിമാർക്ക് ഇതും ഇതിനപ്പുറവും പറയാൻ പറ്റും. ഞങ്ങൾ ഫാത്തിഹക്കെതിരല്ല. ഖുർആൻ ഓതുമ്പോഴൊക്കെ ഞങ്ങൾ ഫാത്തിഹ ഓതും. നിസ്കാരത്തിൽ മുഴുവനും ഫാത്തിഹ ഓതും. നിസ്കാരത്തിൽ എല്ലാ റക്അത്തുകളിലും ഞങ്ങൾ ആദ്യം ഫാത്തിഹ ഓതും. ഉണ്ടല്ലേ? മയ്യിത്ത് നിസ്കാരത്തിൽ ഞങ്ങൾ ഫാത്തിഹ ഓതും. അങ്ങനെ ഓതാൻ പറഞ്ഞെടുത്തെല്ലാം ഫാത്തിഹ ഓതാറുണ്ട്. പക്ഷേ റസൂലുള്ളയിൽ നിന്ന് പ്രമാണബദ്ധമായി തെളിയിക്കപ്പെടാത്തടുത്ത് ഫാത്തിഹ ഓതാൻ ഞങ്ങളെ കിട്ടുകയില്ല. അതിന് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ നാക്കിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ കളിയാക്കിയിട്ട് കാര്യമില്ല. ഞങ്ങളെ കിട്ടൂല. കൃത്യമായിട്ട് ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാ വന്നത്. മനസ്സിലായോ? ഈ കല്യാണത്തിന് അഖദ് കഴിഞ്ഞാലുണ്ടാകും അപ്പുറം ഒരാൾ അൽ ഫാത്തിഹ. അഖദ് നിക്കാഹിന്റെ അഖദ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ കൊല്ലത്ത് ഒരു സ്ഥലത്ത് നിക്കാഹിന്റെ ഖുത്ബയ്ക്ക് വേണ്ടി പോയി. അവിടെ പള്ളി തൊട്ട് അടുത്ത പള്ളിയിലെ മുസ്ലിയാക്കന്മാരവിടെ വന്നിരിപ്പുണ്ട്. ഖുത്ബ എനിക്കാണ്. അങ്ങനെ ഞാൻ ഖുത്ബ പറഞ്ഞു. അതിന്റെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിവിടെയൊക്കെ കൂടിയിരിക്കുന്ന എന്തിനാ, എല്ലാവരും കൂടി എന്തിനാ, ഒരു ബിരിയാണി തിന്നാണെന്നല്ലോ. അതിനുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. നമ്മൾ ബിരിയാണി 1ഉം 10ഉം ഒക്കെ തിന്നാൻ കഴിയുള്ളവരാ. ഇവിടെ നമ്മൾ കൂടി എന്തിനാ, ഈ കർമ്മത്തിന് സാക്ഷികളാവണം. അതോടൊപ്പം തന്നെ ഈ നവദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അവർക്ക് മംഗളാശംസ നേരണം. അതിനല്ലേ നമ്മൾ വന്നത്. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്താ? നമ്മളെല്ലാവരും അവരെ ആശംസിക്കണം. അതിന് റസൂലുള്ള ഒരു വാചകം പഠിപ്പിച്ചു തന്നു. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ സുന്ദരമായ അവസ്ഥ നിങ്ങൾ കണ്ടോ? അതാ ആ സന്ദർഭത്തിന് യോജിച്ച വാചകം. പ്രാർത്ഥനയും മംഗളാശംസക്കും ഒറ്റ വാക്ക്. അവിടെ ഒരു അൽഫാത്തിഹ ഫിറ്റ് ചെയ്തില്ല റസൂലുള്ള. അങ്ങനെ റസൂലുള്ള അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയില്ല. പഠിപ്പിച്ചു കൊടുത്തു അതോതാൻ. ഇത് ഞാൻ ഖുത്ബയിൽ അങ്ങ് പറഞ്ഞു. ഖുത്ബ കഴിഞ്ഞ് ഇവരാണ് അഖദ് നടത്തുന്ന ആളുകൾ. ഖബൽതോ മിൻക നിക്കാഹ നിക്കാഹ എന്ന് തുടങ്ങുന്ന ആ സാധനം കഴിഞ്ഞപ്പോ അല്പനേരത്തേക്ക് ഇവർ രണ്ടാളും മുണ്ടണില്ല. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകെ ഒരു അങ്കലാപ്പില നിൽക്കുക. പെട്ടെന്ന് ഞാൻ മൈക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ബാറക്കല്ലാഹു ലക്കുമാ അങ്ങ് പറഞ്ഞപ്പോൾ ആ സദസ് ഒന്നായിട്ട് ഇരിക്കണം വിചാരിച്ചൊന്നുമല്ല കേട്ടോ, കുറച്ച് വിചാരികളേ ഉള്ളൂ. എല്ലാവരും ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇസ്ലാക്കന്മാരെ ഞാൻ നെടങ്ങനിട്ട് നോക്കുമ്പോൾ പോലും പറയുന്നുണ്ടത്. കഴിഞ്ഞ് എല്ലാവരും പോയി. പിറ്റേന്നുണ്ട് പള്ളിയിൽ നിന്ന് ചോദ്യം ഉണ്ടായി അവർക്ക്, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് കൊടുത്തു? ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പാരമ്പര്യമായി നടത്തി വരുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതെങ്ങനെ പാരമ്പര്യത്തിൻ്റെ കഥ അതാ പ്രമാണം ഉണ്ടാവില്ല. 4-5 ആൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോയിട്ടുണ്ടാകുക. എന്നിട്ട് പ്രമാണം ഉണ്ടോന്ന് ഒച്ചപ്പത്തിൽ പറഞ്ഞാൽ പ്രമാണാവൂല. തെളിവാണ് ഉദ്ധരിക്കേണ്ടത്. ഇല്ല, അവിടെ റസൂലുള്ള ഫാത്തിഹ ഫിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അത് കാണുന്നുമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. റസൂലുള്ള പഠിപ്പിച്ചയിടത്തൊക്കെ ഞങ്ങൾ ചൊല്ലും, അല്ലാത്തയിടത്ത് ചൊല്ലുകയില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ഫാത്തിഹ വിരോധി എന്ന് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കട്ടെ. സമസ്തയിൽ ഇപ്പോൾ നമസ്കാരത്തിൻ്റെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ശേഷം അതുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ചയാണ്. ഇവർ നടത്തുന്ന ആ സംഭവത്തിന് ശേഷം നടന്ന 3 സ്വലാത്ത് അല്ലെങ്കിൽ 10 സ്വലാത്ത്, ആ സ്വലാത്ത് എന്തടാ സ്വലാത്ത്, ഏതടാ സ്വലാത്ത് എന്ന് നിങ്ങൾ ശംസുൽ ഉലമ ചോദിച്ചത്. ആ ചോദ്യം കൊണ്ട് ശംസുൽ ഉലമ സ്വലാത്ത് വിരോധിയായോ? അതെതിർത്ത് ഇബ്നു ഹജർ അൽ ഹൈതമി സ്വലാത്ത് വിരോധിയായോ? കേട്ടോ, ആരെങ്കിലും ഇല്ല അവിടെ ഇല്ല എന്ന് പറഞ്ഞ ഉടനെ കണ്ടോ സ്വലാത്തിനെതിരെ. നിങ്ങൾ ഇനി പറയണ്ട. ഇനി നിങ്ങൾക്ക് ആദർശപരമായി വിയോജിപ്പില്ലാത്ത, സംഘടനാപരമായി മാത്രം വിയോജിപ്പുള്ള ഈ കാന്തപുരം വിഭാഗം വലിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഉറൂസ് വരെ നടത്തുകയും ഫാത്തിഹ ഓതിക്കോളൂ സ്വർഗം ലഭിക്കാമെന്ന് പറയുകയും ചെയ്ത കേരളത്തിലെ മഹാനായ ഒരു വലിയനെ കുറിച്ച് അതേ കേരളത്തിലെ കാന്തപുരത്തിന്റെ മകൻ. പക്ഷെ വേറൊരുണ്ട്, ഈ എല്ലാ സക്കാഫിമാരും എല്ലാ അശ്വനിമാരും പറയും ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ് എന്നാ. എല്ലാം കാന്തപുരത്തിന്റെ മക്കളാന്നാ പറയല്. അതെ, അക്കാന്തപുരത്തിന്റെ മുമ്പത്തെ മോൻ, ഇപ്പൊ മോനല്ല, വെട്ടിക്കണ്, പേര് വെട്ടി പുറത്താക്കി. ആ മുമ്പത്തെ മോൻ സക്കാഫി പറയട്ടെ. കുണ്ടൂർ പോയ എല്ലാവർക്കും അറിയാലോ. കുണ്ടൂർ പോയാൽ അന്ന് നാട്ടുകാർ പറയട്ടെ ഇയാൾ ആരാന്ന്. ആ കുണ്ടൂർക്കാർ പറയട്ടെ.
എന്നിട്ട് അങ്ങനത്തെ ഒരാളെ മക്ബറ കെട്ടിപ്പൊക്കിയിട്ട് എല്ലാവരും സിയാറത്തിന് വിലായത്ത് കറാമത്ത് ഇത്ര വോട്ടിന് തോൽക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇത്ര വോട്ടിന് ജയിക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ ജാതി ഒക്കെ സ്വപ്നത്തിലൂടെ ഇറങ്ങി വരിക അല്ലേ, പറഞ്ഞിട്ടില്ലേ? അതേ സമയത്ത് കുണ്ടൂർ എന്ന് പറയുന്ന അവിടെ അവരൊക്കെ ആദരിക്കുന്ന ഒരാൾ നിങ്ങൾ ആദരിച്ചോ കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ എന്തിനൊക്കെ ആദരിക്കുന്നത്, ഞങ്ങളത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് കുണ്ടൂരിലെ ഒരാളെ ഇവർ ആദരിക്കുന്നുണ്ട്. അയാളെക്കുറിച്ച് എനിക്കറിയാം, ശംസുൽ ഉലമയെ എതിർത്ത ആളാണ്. ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ, ശൈഖുന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അവരെ എതിർത്ത ഒരാൾക്ക് അള്ളാഹു വിലായത്ത് കൊടുക്കൂല, അത് ഉറപ്പാ. അതെങ്ങനെ കിട്ടാനാണ്? അത് പിന്നെ വേണമെങ്കിൽ ഇന്ത്യയിലെ പാർലമെന്റിൽ നിന്നോ കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്നോ കിട്ടുന്ന വിലായത്താണെങ്കിൽ ഓക്കെ, ഞാൻ കുഴപ്പമില്ല, അങ്ങനെ കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് കുട്ടികളെ മുഴുവനും അടിച്ച് തൊളിച്ച് സിയാറത്തിനായിട്ട് മമ്പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് ഇയാൾക്കൊന്ന് പുറത്ത് കൊടുക്കണേ ദ്വാരക്കാണെങ്കിലോ അവിടെ കാര്യമുണ്ടെന്ന് നോക്കാം. അവിടെ ചെന്ന് ഇയാൾക്കൊന്ന് പുറത്ത് കൊടുക്കണേ ദ്വാരക്കാണെങ്കിലോ അവിടെ കാര്യമുണ്ടെന്ന് നോക്കാം. അതല്ലല്ലോ ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ കുറെ ആളുകളെ പറഞ്ഞ് പർവ്വതീകരിച്ചിട്ട് കുണ്ടൂരിലെ മനുഷ്യന്മാർ ചോദിക്കാണ്, ഈ ഖബറിനുള്ളിൽ കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് ഈ ജാതി ആൾക്കാരാ എന്ന് ചോദിക്കാൻ തുടങ്ങി. അവിടെയാ പ്രശ്നം. അതേ, അവിടെ തന്നെയാ പ്രശ്നം. കേരളക്കരയിലുടനീളം പരിശോധിച്ചാൽ ഇതുപോലെ ഔലിയാക്കളെയാ കാണുക. നിങ്ങൾക്ക് കുണ്ടൂരിന് അപ്രിയമാണെങ്കിൽ അതേ തുണിയെടുക്കാതെ കൽപ്പറ്റ അങ്ങാടിയിലൂടെ നടന്ന സൂപ്പി ഔലിയാനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിന് വിലായത്തുണ്ട്, ഇയാൾക്ക് വിലായത്തില്ല. അതെങ്ങനെ നിങ്ങൾ തീരുമാനിച്ച്? അല്ല വിലായത്ത് കൊടുക്കണത് നിങ്ങൾ അറിയിച്ചിട്ടാ? ചേളാരി സമസ്തേന്റെ ഓഫീസിൽ പറഞ്ഞിട്ടാ അല്ല പിന്നെ കൊടുക്കല് ആണോ? എവിടുന്നാ നിങ്ങൾ ദീൻ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയുകൾ, കൃത്യമായ ജീവിതം നയിച്ച ആളുകളാണ്. എന്നിട്ട് ഇവരോ മറ്റേ ആള് വലിയ എന്ന് പറഞ്ഞു പോയാൽ ഇവർ വലിയാക്കൂല, ഇവർ വലിയാണെന്ന് പറയുന്നവരെ മറ്റേ ആള് വലിയാക്കൂല. ഇവർ തമ്മില് ഇപ്പൊ ഏതാണ് ശരിക്കുള്ള വലിയെന്ന് തീരുമാനം തന്നെ ആയിട്ടില്ല, കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഫാത്തിഹ ഓതിയാൽ തെറ്റായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഫാത്തിഹ ഓതുന്നവരോട് പറഞ്ഞത് അവിടെ ചെന്നിട്ട് അയാൾക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഫാത്തിഹ ഓതരുത് എന്നവിടെ, കാരണം അയാൾ വലിയല്ല. വലിയന്റെ അടുത്ത് ഫാത്തിഹ ഓതണമെന്നും മറ്റേ ആളത്ത് ഓതാൻ പാടില്ല എന്നും ഏത് പ്രമാണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ആ പ്രമാണമെന്ന് കൊണ്ടുവരൂ. ഖബർ സിയാറത്തിന്റെ സമയത്ത് അതാ ഔലിയാഇന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണമെന്നും അവിടുന്ന് ചോദിക്കണമെന്നും പറയാൻ നിങ്ങളുടെ അടുത്ത് പ്രമാണം എവിടെ? അങ്ങനെ നിങ്ങളുടെ അടുത്തൊരു സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെയും ബാധകമാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ചീത്ത വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾക്കുള്ളതൊക്കെ റെഡി, അല്ലാത്തതൊക്കെ മോശം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പോ കാന്തപുരം വിഭാഗത്തിന്റെ അടുത്തുണ്ടെങ്കിൽ പോലും ഇവരുടെ ആദർശത്തിന് എതിരല്ലാഞ്ഞിട്ടും ഇവർ തള്ളിപ്പറയുന്നു. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തെ എതിർക്കാതിരിക്കൂലേ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇങ്ങനെ തലതിരിഞ്ഞ ജീവിതം, തലതിരിഞ്ഞ ഫത്വ, തലതിരിഞ്ഞ പ്രമാണങ്ങളാണ് സമസ്തക്കാരിപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്, നിങ്ങൾ പ്രമാണം മറന്നുപോലെ നമ്മളെ പിന്നെ കക്കുപ്പടിയുടെ വാചകം, അതുപോലെ തന്നെ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പിന്റെ വാചകം, അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ഫൈസിയുടെ വാചകവും ഒക്കെ മറന്നുപോരുത് നിങ്ങൾ. പ്രമാണം സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾക്ക് പ്രമാണാണ്, ഞങ്ങൾ ഖുർആന് സുന്നത്ത് ഹദീസ് അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ. ഇനി അടുത്ത വാചകത്തിനൊരു പ്രമാണം ഒന്ന് കൊണ്ടുവരണേ. കേട്ടോളൂ നിങ്ങളുടെ വലിയ ഫൈസി. ചുരുക്കത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യമായി കൊണ്ട് പറഞ്ഞ, അല്ലാഹു തആല മഹത്വം കൽപ്പിച്ച ഒരു കാര്യത്തെ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹുവേ നീ മഹത്വം കൽപ്പിച്ച, നീ പുണ്യമാണെന്ന് പറഞ്ഞ ആ കാര്യത്തെ ഞാനിതാ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയെ എന്റെ ദുആനെ സ്വീകരിക്കണേ. ഇതാണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പക്ഷേ മഹാന്മാരാകുന്ന ആളുകളാവാം. മുഹീദ്ദീൻ ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ കാക്കണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ നീ മുഹീദ്ദീൻ ശൈഖിനെ ആദരിച്ചിരിക്കുന്നു, നീ മുഹീദ്ദീൻ ശൈഖിന് മഹത്വം നൽകിയിരിക്കുന്നു, നിന്റെ വലിയാണെന്നതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന് ശരിയായിട്ട് മഹത്വം കൽപ്പിച്ചിരിക്കുന്നു.
ആ ശരീഅത്ത് മഹത്വം കൽപ്പിച്ച, അല്ലാഹു തആല മഹത്വം കൽപ്പിച്ച ആ മുഹീദ്ദീൻ ശൈഖിന്റെ, ആ വലിയുടെ മഹത്വം അല്ലാഹുവേ ഞാനും അംഗീകരിക്കുന്നു, നീ സ്നേഹിക്കുന്ന ആളെ ഞാനും സ്നേഹിക്കുന്നു, അതുകൊണ്ട് പടച്ചോനെ എന്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ചു തരണം. ഇതാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് നാം തവസ്സുലാക്കുമ്പോൾ നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുദ്ദേശിച്ചാലും പ്രശ്നമില്ല, പ്രമാണമാണ് മോനെ വേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കൃത്യമായി നമുക്ക് അപഗ്രഥിച്ചു തന്ന മേഖലയാണ് തവസ്സുൽ എന്ന മേഖല. അതിൽ റസൂലുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തവസ്സുലാക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നു. ഒന്നാമത്തത് റസൂലുള്ള പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിച്ചോളൂ. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചോളൂ. മൂന്നാമത് റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന പരസ്പരമുള്ള പ്രാർത്ഥന, ദുആ കൊണ്ടുള്ള വസിയ്യത്ത്, ഇതൊക്കെയാണ് തവസ്സുലിന്റെ ഗണത്തിൽ എണ്ണിയതെങ്കിൽ ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന തവസ്സുൽ ഇന്നയാളെ കൊണ്ട് അല്ലെങ്കിൽ ഇന്നയാളുടെ മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് എന്ന പ്രയോഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശ്റൂആയി കാണിച്ചു തന്ന തവസ്സുലല്ല. ആ രൂപത്തിലൊരു സ്വഹീഹായ വിഷയം കൊണ്ടുവരാൻ കഴിയില്ല. എന്നിട്ടോ ശരിക്കുള്ള തവസ്സുൽ, എന്നിട്ട് മുജാഹിദികൾ തവസ്സുൽ വിരോധികളാന്നാ പറയാ. ഞാൻ പറയുന്നത് മുജാഹിദികളാ തവസ്സുലാക്കുന്ന ആളുകൾ. ഞങ്ങളാണ് ശരിക്ക് തവസ്സുലാക്കുന്ന ആളുകൾ. കാരണം ഞങ്ങൾ ദ്വാരക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് കൊണ്ട് ദ്വാരക്കലുണ്ട്. ഞങ്ങൾ പരസ്പരം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യലുണ്ട്. മാത്രമല്ല പുണ്യകർമ്മങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. അതേ റസൂലുള്ള പഠിപ്പിച്ചു തന്ന കൃത്യമായ റൂട്ട് പിൻപറ്റുന്നവരാണ്. ഇനി ഞാൻ പെട്ടെന്ന് വിശദീകരിച്ചു പോവുകയാണ്, സമയം ദീർഘമാകുന്നു. ഇനി നിങ്ങൾ കേട്ടോളൂ മറ്റൊരു ഫത്വ. കുത്താറാത്തീവിനെ ഇസ്ലാം എഴുതി തള്ളിയിട്ടില്ല, പക്ഷേ അത് അതിൻ്റെതായ രൂപത്തിൽ. കുത്താറാത്തീവിനെ ഇസ്ലാം എഴുതി തള്ളുകയാണെങ്കിൽ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്ത് പറയാൻ സാധിക്കും? ഓപ്പറേഷൻ അത് കുത്തലും കീറലുമല്ലേ. ഇന്നത്തെ ഓപ്പറേഷൻ വളരെ ആശങ്കാജനകമാണ്. ഹാർട്ടാണ്, ബൈപ്പാസാണ്. പണ്ട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ റോഡടിക്കല, ഇപ്പൊ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഷ. രക്തം നടത്താനുള്ള വേറെ കൊയലും കൊണ്ടൊക്കെ ഒരു ഭാഗം കീറിയിട്ട് മാംസം എടുത്തിട്ട് വേറൊരു ഭാഗം ഫിറ്റ് ചെയ്യലാണ്. അപ്പൊ ഇതെല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കാണ്. ഇത് ശരീരത്തിന്റെ ആരോഗ്യത്തിനാണെങ്കിൽ ഈ കുത്താറാത്തി മുമ്പ് നടത്തിയത് ഈമാന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഈമാനാണ്, ഇത് ശരീരത്തിനാണ്. അപ്പോ അതിനാണ് പ്രസക്തി. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ ആരോഗ്യത്തിനാണ് അത്രേ കുത്താറാത്തീവ് മുമ്പ് നടത്തിയത്. ഞാൻ ചോദിക്കട്ടെയോ പൈസിമാരെ, കക്കുപ്പടിമാരെ, റസൂലുള്ളയും സഹാബത്തും കൂടിയിട്ട് ഈ ക്രിമിനൽ റാത്തീബ് നടത്തിയിരുന്നോ? നിങ്ങളെ ഫത്വയുണ്ടല്ലോ, നിങ്ങളെ പ്രമേയം, സമസ്തയുടെ പ്രമേയം, അതേ കുത്തുറാത്തീബ്, അതും മറ്റ് റാത്തീബ്, സിവിൽ ക്രിമിനൽ റാത്തീബുകൾ, ഈ റാത്തീബുകളൊക്കെ മതാനുസരണങ്ങളാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെയോ, പ്രമാണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും കൂടി നടത്തിയ ഈമാനികാരോഗ്യ ഖുത്റാത്തീബ് ഒന്ന് കൊണ്ടുവാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഷർട്ടൊക്കെ അങ്ങനെ കുപ്പായൊക്കെ ഊരി വെച്ച് അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ എല്ലാവരും വിളിച്ചു വരുത്തി. എല്ലാവരും വാളക്കുണ്ടല്ലോ കയ്യിൽ, മറ്റേ കുന്തോക്കും ഇങ്ങനെ എടുത്തു, എല്ലാം എടുത്തു. എന്നിട്ട് ഇങ്ങനെ കുപ്പായൊക്കെ ഊരി മുണ്ടൊക്കെ ഉറുക്കി ബെൽറ്റൊക്കെ ഇട്ടിട്ട് എന്നിട്ടിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി പോറി രക്തം വരുത്തിയ ഒരു തെളിവുകളെന്ന് പറയും. പിന്നെ ഈമാനിന്റെ ആരോഗ്യത്തിനാണല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സമ്മേളനമാണല്ലോ നടക്കുന്നത് കൂരിയാട്, എന്റെ ഒരു സെഷൻ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഉസ്താദുമാരും പൈസിമാരും എല്ലാം കൂടെ കൂടിയിട്ട് ഈ കത്തിയെടുത്ത് കാണിച്ചു കൊടുക്ക് കൗമിന്. ഈമാനിന്റെ ആരോഗ്യല്ലേ, ഒന്ന് നടക്കട്ടെ. ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പ്രമാണവും കൊണ്ടുവരാൻ പറ്റൂല. എന്നിട്ടോ ഇത് ഈമാനിന്റെ ആരോഗ്യത്തിനാണ്. പിന്നെ അതിനെ എതിർക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ എതിർക്കണ്ടേന്നാ. നല്ല കണ്ടുപിടുത്താണ്.
ഇതിനാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എന്താ അറിയോ? അഞ്ജനമെന്നത് ഞാനറിയും, അത് മഞ്ഞള് പോലെ വെളുത്തിരിക്കും. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്നാലോ ഇവര് നടത്തുന്ന കുത്തുറാത്തീബ് ഇടക്കിടക്കുന്ന പെട്ടെന്നൊന്ന് കേട്ടോളൂ. അപ്പൊ കണ്ടോ, ചെറിയ ചെറിയ പോറലുകൾ ഇല്ല, ശരിയാവൂല. നിങ്ങൾ കുത്തിയാല് അതൊന്നും ശരിയാവൂല. ശരിക്കും നിങ്ങൾ കുത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? കുറച്ചും കൂടെ നല്ലൊരു കുത്തലുണ്ട്. ആരാന്നറിയോ? ലോകത്തിൽ ഷിയാക്കൾ മൊത്തത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ബോംബെ ബേസ്ഡ് ഷീഇകൾ നടത്തുന്ന ഒരു കുത്തുറാത്തീബുണ്ട്. ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകളാണ്. ഞങ്ങൾ ഈ തട്ടിപ്പ് പുറത്തുകൊണ്ടുവരിക. ഈ തട്ടിപ്പ് പുറത്തുകൊണ്ടുവരുമ്പോ ആളുകൾക്ക് വിഷമുണ്ടാകും. സ്വാഭാവികമാണ്, ആളുകൾക്ക് വിഷമുണ്ടാകും. ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണമെന്ന് തോന്നും, ഒക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് കണ്ടോളൂ ഷീഇകളുടെ തനിയാവർത്തനം. ചൂഷണത്തിനു വേണ്ടി തട്ടിപ്പുകൾ നടത്താനാണ് ഇത് ആചരിക്കുന്നത് എന്നു മാത്രം. ഷിയാക്കൾ പഞ്ചദൈവങ്ങളെ വിളിച്ച് ആർത്ത് കൂകി വിളിച്ചാണ് ഇത് ചെയ്യുന്നത്. സ്വന്തം ശരീരത്തിൽ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടടിച്ചും മാറത്തടിച്ചും ആർത്ത് കരഞ്ഞു ചെയ്യുന്നു. പീഡനങ്ങൾ കാരണം രക്തം വാർന്നൊഴുകി വർഷാവർഷങ്ങളിൽ ധാരാളം പേർ മരണപ്പെടാറുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഈ പ്രാകൃത ആചാരം മനുഷ്യഹൃദയമുള്ളവന് നോക്കി നിൽക്കാനാവില്ല. അത്രയും കഠിന കഠോരമാണ്. जिंदगी का चरा ये दूर की फौज थी और बीच में अली का चरा जमीन करबला में बुझा नबी का चरा वो बेकफन है अभी तक नबी का तारा है नबी के लाल को उम्मत ने मिलके मारा है या हुसैन या हुसैन. കണ്ടോ, ഷിയാക്കൾ യാ ഹുസൈൻ യാ ഹൈദർ എന്ന് വിളിച്ചിട്ടാണ് കുത്തുന്നത്. അവരിങ്ങനെ അതാ ബ്ലേഡ് കൊണ്ട് ശരീരത്തിന്റെ പുറം ഭാഗം മുഴുവനും കോറുകയാണ്. എന്നാലോ ഇവിടെ ഇതാ ശൈഖേ റളിയല്ലാഹു എന്ന് വിളിച്ചുകൊണ്ടാ ചെയ്യുന്നത്. കണ്ടോ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുകയാണ്, തെളിവെവിടെ? പ്രമാണമെവിടെ? അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ? നിങ്ങൾ പറഞ്ഞല്ലോ ഹദീസിന്റെ പിൻബലമുണ്ട്, അതുപോലെ സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട്, 4 മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ പിൻബലമുണ്ടെന്ന് കൊണ്ടുവരൂ. നിങ്ങൾക്ക് സാധിക്കുമോ ഇങ്ങനെ ഒരു പ്രമാണം? ഈ കാര്യത്തിന് പ്രമാണം കൊണ്ടുവരാൻ കുത്താറാത്തീബിനെ ഇസ്ലാം എഴുതിത്തള്ളിയിട്ടില്ല എന്ന് പ്രസംഗിക്കുന്നവരെ കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരണ്ട. ഇനി കൊണ്ടുവന്നില്ലെങ്കിലും നാളെ ഉസ്താദുമാരൊന്ന് കുത്തി കാണിച്ചു കൊടുത്താൽ മതി.
ഉസ്താദുമാരൊന്ന് കുത്തി കാണിച്ചു കൊടുത്ത, കാരണം ഈമാന്റെ ആരോഗ്യമല്ലേ. എന്നാ അവർക്ക് സാധിക്കൂല. പിന്നെയോ ഇതിനു വേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്ത ആളുകൾക്കല്ലാതെ അത് ചെയ്യാനും പറ്റൂല. പിന്നെന്താ, ഇങ്ങനെ പോറല് മാത്രമുള്ള കുത്തലില്ല. മുമ്പൊരുത്തനൊരു കുത്തം കുത്തെടുത്ത് അങ്ങ് വീണ്. മുമ്പ് ഇങ്ങനെ തടകിയാലങ്ങ് പോകുന്ന, തടകി നോക്കിയിട്ടൊന്നും ചോരക്കല്ല, ഓൻ ബോധം കെട്ട് കിടക്ക. അപ്പോ എന്തൊക്കെ നോക്കിയിട്ട് നടക്കണില്ല, ഷെയ്ഖിനൊക്കെ വിളിച്ചു നോക്കി നടക്കണില്ല. അവസാനം ഒരുത്തൻ അപ്പുറത്ത് നിന്ന് പറഞ്ഞു, കുത്തിയ മുറി കൂട്ടിക്കൊണ്ടോ ശൈഖ് മുഹ്യിദ്ദീനെ, മേലാലിനി ഒരു റാത്തീബില്ല ശൈഖ് മുഹ്യിദ്ദീനെ. കുത്തിയ മുറി കൂട്ടിക്കൊണ്ടോ ശൈഖ്, ഇനി മേലാൽ പണിക്ക് നിൽക്കൂല. അവൻ വേറൊരുത്തൻ പറഞ്ഞ്, ഷെയ്ഖ് ഹാജരാവുന്നത് കാണുന്നില്ല, പക്ഷെ പോലീസ് ഇപ്പൊ ഹാജരാവും. മനസ്സിലാവും? കാരണം എന്താ, ദീനില്ലാത്തത് നിങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങൾ പ്രമാണം കൊണ്ട് പ്രമാണം നിങ്ങൾക്കില്ല. എന്നിട്ട് നിങ്ങളോ കാന്തപുരം വിഭാഗം ചൂഷണാണല്ലോ. ഞാൻ കാന്തപുരത്തെ അംഗീകരിച്ചോണ്ട് പറയണമെന്നില്ല. കാന്തപുരം വിഭാഗം മാത്രല്ല, നിങ്ങൾ ഒന്നാം തരം ചൂഷകന്മാർ തന്നെയാണ്. കണ്ടില്ലേ ഇപ്പം നടക്കുന്ന സമസ്തയുടെ എക്സിബിഷൻ, മുജാഹിദികൾ എന്ത് നടത്തിയോ അത് പിന്നാലെ ഒന്ന് കൊണ്ടൊന്ന് കോപ്പി അടിച്ച് നടത്തി നോക്കണമല്ലോ. അങ്ങനെ അതാ നമ്മൾ കാണുന്നു സമ്മേളന നഗരിയുടെ തൊട്ടപ്പുറത്ത് ഒരു എക്സിബിഷൻ. അതിൽ കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഫോട്ടോ വന്നു. എന്താ ഉദ്ഘാടനത്തിൽ എക്സിബിഷന്റെ പ്രധാനപ്പെട്ട കാര്യം, കയറി ചെല്ലുന്നവൻ കാണുന്നത് നിലവിളക്ക് ഇങ്ങനെ തിരിയിട്ട്, എവിടുത്തെ ഏതോ ഒരു പള്ളിയിലെ പുരാണം, ആ പാരമ്പര്യമാണത്രേ. നിലവിളക്ക് ഇങ്ങനെ നിൽക്കുന്നതിന് മുമ്പിൽ സാഗൂതം നോക്കി നിൽക്കുന്നു നേതാക്കന്മാർ. നല്ല എക്സിബിഷൻ തന്നെ. എക്സിബിഷൻ നാട്ടുകാർക്ക് ഇസ്ലാമിനെ പഠിക്കാനാ. അതിനാ മുജാഹിദികൾ എക്സിബിഷൻ കണ്ടോ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ. കേറിയിട്ട് ഇറങ്ങുന്ന അമുസ്ലിങ്ങൾ പോലും എഴുതി വെക്കുന്നു, ഹോ മഹാത്ഭുതം, എന്തൊരത്ഭുതം ഇത്, ഇതാണോ ഇസ്ലാം, ഇതാണോ ഇസ്ലാം, ഈ ഇസ്ലാമിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വികാര നിർഭരമായി അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടു. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100 കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണോ? നിങ്ങൾ ഉണ്ടാക്കിയ എന്തിനാ? മക്ബറ കാണിക്കാനോ, നിലവിളക്ക് കാണിക്കാനോ? അതിനെന്തിനാ മോനെ എക്സിബിഷൻ? അതിനൊന്ന് ജാറത്ത് ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയാ പോരെ? എല്ലായിടത്തും ഉണ്ടല്ലോ സാധനം. കണ്ടോ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മതത്തിൽ പ്രമാണമില്ലാത്ത വിഷയങ്ങളാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ പറയൂ, ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇല്ലാത്തതിന്റെ പിന്നാലെ കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെ നിങ്ങൾക്ക് ബാധകമാണല്ലോ. ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട്, പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണല്ലോ. ഇനി പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അടുത്തത് കേട്ടോളൂ. മുജാഹിദികളെ ജനങ്ങൾ വെറുക്കാൻ വേണ്ടി അടിക്കുന്ന മറ്റൊരു തന്ത്രാണ് കേട്ടോ. കക്കുപ്പിടി തന്നെ പറയട്ടെ. കേട്ടോ, അങ്ങനൊന്ന് വറച്ചങ്ങ് പറഞ്ഞാൽ ജനങ്ങളങ്ങ് മനസ്സിലാക്കുന്നു വിചാരിച്ചു നിങ്ങള്. മുജാഹിദുകൾ വിശ്വസിച്ചു പോയി റസൂലുള്ളാഹിനെ കുറിച്ച് സാധാരണ മനുഷ്യനാണ്. ഞാൻ പറയട്ടോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനുണ്ടായിരുന്നല്ലോ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്. അദ്ദേഹം പരിഭാഷ എഴുതിയ വിഷയത്തിൽ ആ പരിഭാഷ കാരണം തന്നെ അദ്ദേഹം മതത്തിൽ നിന്ന് ഔട്ടായി പോയി എന്നൊരു വിഭാഗം വാദിച്ചു. നിങ്ങൾ ഇറക്കിയ ഡോക്യുമെന്ററിയിൽ പോലും അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം എഴുതിയ പരിഭാഷയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രകൃത്യാ തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. ഉണ്ണുക, ഉറങ്ങുക, അതുപോലെ തന്നെയുള്ള മാനുഷിക ഗുണങ്ങളൊക്കെയുള്ള പച്ചയായ മനുഷ്യനാണെന്നർത്ഥത്തിൽ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതൊരു പക്ഷെ കക്കുപ്പടി കേട്ടിട്ടുണ്ടാവില്ല. കാരണം മുജാഹിദുകളെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ ഉടനെ അയാളെ ഫോൺ ചെയ്ത് വിളിച്ച് അയാളുടെ നിന്ന് ക്ലിപ്പിങ് വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊണ്ട് നടന്നിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കലല്ലേ മൂപ്പരെ പണി. അപ്പൊ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാലേ മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എതിർക്കുകയും
2 പണ്ഡിതന്മാരുമായി 9 ഖണ്ഡനങ്ങൾ എടുത്തു നടത്തിക്കൊണ്ട് മുജാഹിദുകൾക്ക് 100% വളർച്ചയുണ്ടാക്കി തന്ന സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലും സമ്മതിച്ചു പോയ കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല. കേട്ടോ, നിങ്ങളെല്ലാവരും കാതു തുറന്നു കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ? ആ പുസ്തകത്തിന്റെ പേര് സൽസബീൽ എന്നാണ്. അത് ഇറക്കുന്നത് ആരാണ് എന്നറിയോ? ഉമർ മൗലവിയാണ്. ഉമർ മൗലവിയുടെ സൽസബീൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഉമർ മൗലവി പറയുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും. ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ പറഞ്ഞത്? കേരളത്തിലുടനീളം മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച പണ്ഡിതനാണ് അദ്ദേഹം. ആ അവസാനം എടുത്തു പറയുന്നത് മുജാഹിദുകളുടെ നേതാവായിരുന്ന കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തൗഹീദിന്റെ ഒറ്റയാൽ പട്ടാളമായി നടന്നുകൊണ്ട് ഈ ആശയത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുവാൻ അങ്ങേയറ്റം പ്രയാസം സഹിച്ച പണ്ഡിതനാണ് ഉമർ മൗലവി റഹിമഹുല്ലാ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എതിർക്കാൻ, പ്രമാണം കൊണ്ട് എതിർക്കാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് ഇവര് പറയുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇതാ ഒരു മുടിയങ്ങ് കാലിൽ കുടുങ്ങിയപ്പോ മുന്നോട്ടും നടക്കാൻ വയ്യ, പിന്നോട്ടും നടക്കാൻ വയ്യാതെ വന്നപ്പോ അതാ തെളിവുദ്ധരിക്കേണ്ടി വന്നു മഹാനായ ഉമർ മൗലവിയെ കുറിച്ച്. എന്തേ പറഞ്ഞത്? സൽസബീലിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്നാണ്. ഓ കക്കുപ്പടി മുസ്ലിയാരേ, നിങ്ങൾക്ക് മുജാഹിദിന്റെ വാദം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുവായ എപിക്കാരനോട് ചോദിച്ചോളൂ. അതിലെ അതാ മുജാഹിദികൾക്ക് 100% വളർച്ചയുണ്ടാക്കി തരുന്ന പേരോടിന്റെ ക്ലിപ്പെടുത്തോളൂ എന്നെഴുതിയതാ. 983 എഴുതിയ സൽസബീലിൽ നിന്നാണ് ഈ വായിച്ചത്. കണ്ടോ നിങ്ങള്? അപ്പൊ റബ്ബിന്റെ തീരുമാനമാണ്. അവന്റെ മതം, അവന്റെ ആശയം കൊണ്ടു നടക്കുന്ന ആളുകളെ അല്പസമയം നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ തകർത്തെറിയുമെന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കണ്ടോ? കൊണ്ടുവന്നു. ഇനി മൂപ്പര് പറഞ്ഞെന്താ? പിന്നെ മൂപ്പര് പറയലുണ്ട്, എല്ലായിടത്തും പറഞ്ഞു നടക്കല. എന്ത് ബരോ മുജാഹിദികൾ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കുബ്ബ തകർക്കണമെന്ന് പറഞ്ഞു വരാൻ, യുവാക്കളെയൊക്കെ കൂടെ കിട്ടാൻ റസൂലുള്ളാഹിന്റെ കുബ്ബയോ ആ പച്ചയോ. ഇത് കഴിഞ്ഞ ദിവസം പിന്നെ പതാക ദിനാണല്ലോ. പതാക ചില സ്ഥലങ്ങളിൽ കാണാം, പിന്നെ കൊടികയറ്റൽ മഹോത്സവം എന്ന് പറഞ്ഞ് കാണാം. അതുപോലെ 85ാം സംസ്ഥാന സമ്മേളനത്തിന് കൊടികയറ്റൽ ഉത്സവം, മഹോത്സവമായിരുന്നു. എല്ലായിടത്തും കൊടി അവർ ഒരേ സമയത്ത് കയറ്റിയെന്ന് പറഞ്ഞിട്ട് ആ കൊടിയെ അവർ വിവരിച്ചു കഴിഞ്ഞ ദിവസം ചന്ദ്രികയിൽ. അതിലുണ്ട് ഓരോന്നിനെയും. കാരണം അർദ്ധചന്ദ്ര നക്ഷത്ര കുംഭാങ്കിത ഹരിതധവള കുങ്കുമ ത്രിവർണ പതാക ആണല്ലോ. അർദ്ധചന്ദ്രമാണ് അതിലുള്ളത്. ചന്ദ്രൻ എന്താണ്? അത് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ചിഹ്നമാണല്ലോ. ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ചിഹ്നമാ ചന്ദ്രിക. എവിടുന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? എവിടുന്ന് നിങ്ങൾ പാരമ്പര്യം പഠിച്ചത്? പിന്നെ കുബ്ബ, അത് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. കുബ്ബ ആരുണ്ടാക്കിയത്? ആ കുബ്ബ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റസൂലുള്ളാഹിയുടെ ആ ഖബറിന്റെ പുറത്ത് പിൽക്കാലത്ത് കടന്നു വന്ന കുബ്ബയാണെങ്കിൽ അത് വിശ്വാസത്തിന്റെ അല്ല, വിശ്വാസം തകർക്കപ്പെട്ടതിന്റെ പ്രതീകമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അത് സ്വഹാബത്ത് ഉണ്ടാക്കിയതല്ല, താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല. പിന്നെയോ 100 വർഷത്തിന് ശേഷം ഖലാബൂൻ എന്ന ഈജിപ്ഷ്യൻ രാജാവാണ് അതുണ്ടാക്കിയത്. എന്നിട്ട് ഇതോ അതിപ്പോൾ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണത്രേ. അപ്പോ ആ വിഷയത്തിൽ ഇവർ പറയാണ്, ഇദ്ദേഹം പറഞ്ഞു നടക്കുന്നത് മുജാഹിദികൾ റസൂലുള്ളാഹിന്റെ കുബ്ബ വിളിക്കാൻ നടക്കുന്നവരാണ്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്.
പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലേ അല്ല, റസൂലുള്ളാന്റെ ഖബറിനെ കുറിച്ച് അല്ലേ പറഞ്ഞത്? റസൂലുള്ളാന്റെ ഖബർ വേറെ, കുബ്ബ വേറെ. അത് തിരിച്ചറിയാത്ത ആളാ മുജാഹിദികളെ കുറ്റം പറയാൻ നടക്കുന്നത്. കുബ്ബയും ഖബറും തമ്മിൽ തിരിച്ചറിയൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഖബർ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ. അത് റസൂലുള്ള പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്നു, സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. എന്നാലോ കുബ്ബയോ പിൽക്കാലത്ത് കടന്നു വന്നതാണ്. രണ്ടത്തിനെയും കൂടെ കൂട്ടി കണക്ട് ചെയ്തിട്ട് റസൂലുള്ളാന്റെ ഖബർ പൊളിക്കണമെന്ന് പറഞ്ഞ് അടക്കണോലാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞാൻ കുറെ നാളായല്ലോ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടി പറയുന്നു. ഈ വിഷയം പല സ്ഥലത്തും പറഞ്ഞിരുന്നല്ലോ. പിന്നീട് വരുമ്പോ ഒന്നും മിണ്ടൂല. ആ മിണ്ടാതെ വേറൊരു ബാക്കിയുള്ള മുപ്പര കയ്യിൽ കുറെ ക്ലിപ്പിന്റെ കുറെ ശേഖരണുണ്ട്, അതിങ്ങനെ വാരി വിതറിയിട്ട് പോവുക. അതല്ല വേണ്ടത്. കൃത്യമായ പ്രമാണബദ്ധമായ മറുപടി വേണം. ഇതിന് ഞങ്ങൾ കൃത്യമായ മറുപടി ഈ വിഷയം എടുത്തുദ്ധരിച്ച കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവരെ മുന്നിലിരുത്തിക്കൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ചക്കുപ്പ തച്ച് തകർക്കണമെന്ന് പറഞ്ഞ ഈ സക്കരിയ സലാഹി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത് എന്നാണ് മുജാഹിദുകളോടും മുസ്ലിമീകളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടതാണെന്ന് ഒരൊറ്റ പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ സ്വന്തം വക ഇജ്തിഹാദാണ്. ഇജ്തിഹാദിന്റെ വാതിൽ അടച്ചു എന്ന് പറയുകയും എന്നിട്ട് മൂരി പിഞ്ഞാണ കടയിൽ കയറിയതുപോലെ ഇജ്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ചവിട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജ്തിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ്. ആ ഇജ്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത്. നിങ്ങൾ വയർക്കും, ഇനിയും വയർക്കും, വയർത്തുകൊണ്ടേയിരിക്കും. ഇവിടുന്ന് പോയാലും 2 ദിവസം ഉറക്കം വരൂല. കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖം എന്ന പ്രഹസനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് ഇവിടെ ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ മൂപ്പര് പറയാണ് പച്ചക്കുപ്പ തകർക്കണമെന്ന് പറഞ്ഞ ആളാണ്. പറയുന്നേട്ടാത്തൊന്നും പച്ചക്കുപ്പ സഹാബികളിട്ട് ഉണ്ടാക്കിയതാണ്. കലാമൂൻ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ രാജാവ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ ഹുജറാത്തുകൾക്കുമേലെ ഒരു ഖുബ്ബയുണ്ടാക്കിയിട്ടുണ്ട്. 5-6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരോ ഉണ്ടാക്കിയ ഖുബ്ബക്ക് അത് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണുള്ളത്? അത് തകർക്കാൻ വേണ്ടി പല പണ്ഡിതന്മാരും ഫത്വ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങൾ എന്നെ പറയാൻ അനുവദിക്കണം, അത് ഒരു മര്യാദയാണ്. നമ്മൾ മുഖാമുഖം ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടും മറ്റു ഹുജറാത്തുകളും അതിന് എത്രയോ മീതെ ഒരു പച്ചക്കുബ്ബ പിൽക്കാലത്ത് ഉണ്ടാക്കി. ആ കുബ്ബ ഒഴിവാക്കി ആ വീട് അതുപോലെ നിലനിർത്തണം എന്നാണ് സലഫി പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ് രാജാവ് ഇത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വേറെ കുറെ ആളുകൾ നബിയുടെ ഖബർ പൊളിക്കുന്നു എന്ന് ദുഷ്പ്രചാരണം നടത്തി സൗദി അറേബ്യയുടെ കോൺസുലേറ്റുകൾക്ക് മുമ്പിൽ ഷഹീദാകാൻ നിന്നപ്പോ കുറെ ആളുകൾ മരിച്ചിട്ടുണ്ട്, അത് പൊളിക്കണ്ട എന്ന് വിചാരിച്ചവർ ബാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം അത് ഞാൻ പറഞ്ഞതെപ്പോഴാണെന്നോ ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് ജാറം കെട്ടാനുള്ള തെളിവ് റസൂലുള്ളാന്റെ ഖുബ്ബയാണ്, റസൂലുള്ളാന്റെ ഖബറിനുള്ള ഖുബ്ബയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു റസൂലുള്ളാന്റെ ഖബറിനുള്ള ഖുബ്ബ സഹാബികൾ ഉണ്ടാക്കിയതല്ല, താബികളും താബികളും ഉണ്ടാക്കിയതാ. പിൽക്കാലത്തേതോ ഈജിപ്ഷ്യൻ രാജാവ് ഉണ്ടാക്കിയതാണ്. അതെന്ത് തെളിവ്? അതാണോ ഇസ്ലാമിൽ തെളിവ്? എന്നാ നിങ്ങളത് തകർക്കണ്ടേ, നിങ്ങൾ വഹാബിയുടെ ഗവൺമെന്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വഹാബിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഞങ്ങൾക്ക് കേരളം നത്തുൽ മുജാഹിദീനല്ലല്ലോ അവിടുത്തെ ഭരണം, ഞങ്ങളോട് പൊളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പൊളിക്കാൻ കഴിയോ എന്ന് ഞാൻ ചോദിച്ചു. അതാണ് അതിന്റെ സാഹചര്യം. ഒരേ കാലങ്ങളായിട്ട് നബിയുടെ ഖുബ്ബ പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ഉണ്ടാകുന്നെന്ന് തോന്നും. കലാബൂൻ എന്ന ഈജിപ്ഷ്യൻ രാജാവ് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇത്ര 500 ശേഷമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കേണ്ട വിഷയമില്ല. കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര കൃത്യമായൊരു വിഷയം അത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തതാ. എന്നിട്ടുണ്ടോ ഇവർക്കറിയണ്? അതാണ് ഒരു കവി പറഞ്ഞൊരു വാചകണ്ട്, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അങ്ങനെ ആയി തീരുകയാണ് ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു പ്രമാണബദ്ധമായി സംസാരിക്കണം. അതാണ് വേണ്ടത്. 10 മണി വരെയാണ് നമ്മുടെ പെർമിഷൻ ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം കൂടി പറയട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ സുന്നികൾ എന്ന് വിളിക്കപ്പെടാൻ പറ്റിയവരല്ല. അത് ഞാൻ പറയുന്നില്ല. അവസാനം ഒരാൾ പറയുന്ന വാചകം കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാചകം കൂടി നിങ്ങൾ കേട്ടോളൂ. ഇവർ പറഞ്ഞ സംഘടനാ ശത്രു മാത്രല്ല ആദർശത്തിൽ ശത്രുതയില്ലാത്ത ആൾ, അവർ പറഞ്ഞു കേട്ടോളൂ. സൂക്ഷിച്ചോ സൂക്ഷിച്ചോ, ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല. എടാ ഞങ്ങളാ സുന്നി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ, പൊയ്ക്കോ.
പുറത്തു പോ. നിങ്ങൾ ചുഞ്ഞല്ല ഒന്നുമല്ല. സുല്ലാകണ്ടല്ലോ എനിക്ക്. ആരുടെ സുല്ലിനെ അങ്ങോട്ട് വന്ന് കേട്ടോ? ആരെ കുറിച്ചാ പറഞ്ഞ്? 85കാരെ കുറിച്ച്. ആരാ പറയുന്നത്? മുടി സമസ്തയുടെ നേതാവ്. മുടി സമസ്തക്കാരൻ പറയാണ് 85കാരോട്, നിങ്ങൾ സുന്നിയല്ല, നിങ്ങൾ ചുന്നി എന്ന് പറഞ്ഞ് നടക്കണ്ടോ. മനസ്സിലായോ? അതാ ഞങ്ങൾക്കും പറയാനുള്ളത്. യഥാർത്ഥത്തിൽ റസൂലുള്ള പഠിപ്പിച്ച ആശയമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെത്. അഹ്ലു സുന്നയുടെ ആദർശം അതാണ്. അത് പ്രമാണബദ്ധമായി തെളിയിക്കാൻ കഴിയണം. ഇനി ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു വിഷയത്തിന് എന്തെങ്കിലും മറുപടി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആമുഖമായി പറഞ്ഞേക്കാം. വീണ്ടും ഞാൻ പറയാണ്, പറയുമ്പോൾ ഇതുപോലെ പ്രമാണബദ്ധമായി പറയണം. പ്രമാണം കൊണ്ട് മറുപടി പറയാൻ കഴിയണം. മുജാഹിദുകളെ അടുക്കളയിൽ നിന്ന് കിട്ടിയ ആ എച്ചിൽ കൊണ്ടുവന്ന് ഇവിടെ ഇടാൻ നിൽക്കേണ്ടതില്ല. കൃത്യമായ പ്രമാണബദ്ധമായി മറുപടി പറയാൻ കഴിയണം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ കൃത്യമായ റൂട്ടിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്ന പ്രാർത്ഥന അന്വർത്ഥമാക്കാൻ അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും താബിഈങ്ങളും നടന്നുപോയ പുണ്യകരമായ മാർഗങ്ങളിലൂടെ മുന്നേറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുകയും മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.